യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച 2025 സിവിൽ സർവീസ് പരീക്ഷാ ഫലത്തിൽ ചരിത്ര വിജയം സ്വന്തമാക്കി കുണിയ IAS അക്കാദമി. അക്കാദമിയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ആഷ്മിൽ ഷാ അഖിലേന്ത്യാ തലത്തിൽ 382ാം റാങ്ക് നേടിയാണ് നേട്ടം കൈവരിച്ചതെന്ന് കുണിയ IAS അക്കാദമി ഭാരവാഹികൾ പറഞ്ഞു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച 2025 സിവിൽ സർവീസ് പരീക്ഷാ ഫലത്തിൽ ചരിത്ര വിജയം സ്വന്തമാക്കി കുണിയ IAS അക്കാദമി. അക്കാദമിയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് അഷ്മിൽ ഷാ അഖിലേന്ത്യാ തലത്തിൽ 382ാം റാങ്ക് നേടി ശ്രദ്ധേയ നേട്ടം കൈവരിച്ചു. വടക്കൻ കേരളത്തിലെ പ്രധാന സ്ഥാപനമായ കുണിയ IAS അക്കാദമിയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ സിവിൽ സർവീസ് വിജയമാണിത്. ഈ നേട്ടം കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഭിമാന നിമിഷമാണ്. മലപ്പുറം സ്വദേശിയായ അഷ്മിൽ വെട്ടിയാട്ടിൽ അബൂബക്കർ ആയിഷ ദമ്പതികളുടെ മകനാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം അദ്ദേഹം കുണിയ IAS അക്കാദമിയിൽ ചേർന്നു. ഡൽഹിയിലെ JNUവിൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ PG വിദ്യാർത്ഥി കൂടിയാണ്. KM മെമ്മോറിയൽ ട്രസ്റ്റ് നടത്തുന്ന കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന വിദ്യാഭ്യാസ സംരംഭം സമൂഹത്തെ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും രാഷ്ട്ര സേവനത്തിന് പ്രതിബദ്ധരായ തലമുറയെ വളർത്തിയെടുക്കുവാനും ലക്ഷ്യമിടുന്നെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളുകണ്ണികൾ കൃത്യമായി കുറേയൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സത്യസന്ധമായി നടത്തപ്പെടുന്ന, മറ്റൊക്കെ മോശമായി നടത്തുമെന്ന് അർത്ഥമില്ല, പക്ഷേ ഏറ്റവും ട്രാൻസ്പെറൻ്റായി നടത്തുന്ന പരീക്ഷയാണ് UPSC പരീക്ഷ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിലാകെ 11 അംഗങ്ങൾ മാത്രമേ, UPSCക്ക് കേന്ദ്ര UPSCക്ക് 11 അംഗങ്ങൾ മാത്രമേ. ഈ ഓരോ അംഗങ്ങളും 3 ഘട്ടങ്ങളുണ്ടല്ലോ, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഞാനത് കൊണ്ട് പറയും, സമയം കുറെ പോകണ്ട എന്നുള്ളതുകൊണ്ടാണ്. ആദ്യം 15 ലക്ഷം ആളുകൾ അപേക്ഷ കൊടുക്കും പരീക്ഷ എഴുതാൻ. അവർക്കെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് പ്രിലിമിനറി പരീക്ഷ നടത്തും. ആ പരീക്ഷയിൽ പാസ്സാകുന്ന ചെറിയ വ്യത്യാസമുണ്ടാകും. സാധാരണഗതിയിൽ 10,000 ആളുകൾ ഫൈനൽ പരീക്ഷയ്ക്ക് വിളിക്കും. ഫൈനൽ പരീക്ഷയ്ക്ക് വിളിച്ചിരുന്ന 3000 ആളുകളെ ഇന്റർവ്യൂ. ഞാൻ 2014 UPSC ഇന്റർവ്യൂ ഞാനുണ്ടായിരുന്നു. ആ സമയത്ത് കഥയാണ് ഞാൻ പറഞ്ഞത്. ശേഷത്തിൽ മറ്റു കാര്യങ്ങൾക്ക് വന്നു കാണും. ഏറ്റവും അപ്ഡേറ്റ് ആയ കാര്യങ്ങൾ അവർക്കാണ്. ഈ 3000 ആളുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ, ആ ഒഴിവുകൾ ഓരോ വർഷവും വ്യത്യാസമായിരിക്കും. ഈ വർഷം 1057 ഒഴിവുകളാണ് കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തത്. 1057 ഒഴിവുകൾ. 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന എൻട്രൻസ് പരീക്ഷ മുഖേനയാണ് പ്രവേശനം. 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ കുണിയ IAS അക്കാദമിയിലെ 50 വിദ്യാർത്ഥികളിൽ 17 പേർ പ്രിലിംസ് പരീക്ഷ വിജയിക്കുകയും 4 പേർ UPSC പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് യോഗ്യത നേടുകയും ചെയ്തിരുന്നു. അഷ്മിൽ നേടിയ ശ്രദ്ധേയമായ വിജയം പ്രത്യേകിച്ച് മലബാറിന്റെ വടക്കൻ കേരളത്തിന്റെ യുവതലമുറയുടെ ഉയർന്നുവരുന്ന അഭിലാഷങ്ങളുടെ ശക്തമായ ആവിഷ്കാരവും പ്രചോദനമാണെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ റാങ്ക് ഹോൾഡർ മുഹമ്മദ് അഷ്മിൽ ഷാ, ഡോക്ടർ ഖാദർ മാങ്ങാട്, ഡോക്ടർ സന്തോഷ്, ഡോക്ടർ ലക്ഷ്മിബായ്, ഷിബിലി ഷഹദതി, ഡോക്ടർ AA സദാകത്തുള്ള, ഡോക്ടർ S കതിർവേലു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.